കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ ഗ്രേഡ് എസ്ഐ പി ഷാഫിക്ക് കുത്തേറ്റ സംഭവത്തിൽ പ്രതി വി പ്രമോദ് ലക്ഷ്യമിട്ടത് മറ്റ് പോലീസുകാരെയാണെന്ന് സംശയം. മുൻ കസബ എസ്ഐ സിജിത്ത്, CPO നിറാസ് എന്നിവരെ ആക്രമിക്കുമെന്ന് പ്രതി ഭീഷണി മുഴക്കിയതായി അന്വേഷണ സംഘം വ്യക്തമാക്കി. മറ്റൊരു കേസിൽ പ്രമോദിനെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോട്ടോയും പേഴ്സിൽ നിന്നും കണ്ടെത്തി. കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷന് മുൻപിൽ പട്ടാപ്പകൽ SIക്ക് കുത്തേറ്റ സംഭവത്തിലെ പ്രതി വി പ്രമോദിന്റെ ലക്ഷ്യം മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കസബ SI ആയിരുന്ന സിജിത്തും CPO ആയിരുന്ന നിറാസുമായിരുന്നു പ്രമോദ് ലക്ഷ്യമിട്ടിരുന്നത്. ഇവരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോട്ടോ പോലും ഈ പ്രതിയുടെ പേഴ്സിലുണ്ടായിരുന്നു എന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. ടൗൺ ഇൻസ്പെക്ടർ സജീഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 5:06 കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷന് മുൻപിലുള്ള ഹോട്ടലിന് മുന്നിൽ വെച്ച് ഗ്രേഡ് SIയും PROയുമായിട്ടുള്ള പി ഷാഫിക്ക് കുത്തേൽക്കുന്ന സാഹചര്യമുണ്ടായത്. SI ആയ ഷാഫിയുടെ വയറിന്റെ വലതുഭാഗത്താണ് പ്രതി വി പ്രമോദ് കുത്തി പരിക്കേൽപ്പിച്ചത്. ഈ കത്തിയുടെ പിടി ഉൾപ്പെടെ നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രതിയെ പിന്നീട് നാട്ടുകാരാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. പ്രതി ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. പതിവ് പോലെ ഡ്യൂട്ടിക്കിടെ ചായ കുടിക്കാനായി ഇറങ്ങിയതായിരുന്നു ഗ്രേഡ് SI ഷാഫി. അതിനിടെ പ്രതിയായ വി പ്രമോദും ഇതേ ഹോട്ടലിൽ ചായ കുടിക്കാൻ എത്തിയിരുന്നു. തനിക്ക് ചായ നൽകാൻ വൈകി എന്ന് ആരോപിച്ച് ചായക്കടക്കാരനോട് പ്രമോദ് തട്ടിക്കയറി. ഇതിനിടെ SI ആയ ഷാഫി ഈ തർക്കം കണ്ട് പ്രമോദിനെ ശാസിച്ചു. ചായക്കടക്കാരനോട് എന്തിനാണ് വെറുതെ തട്ടിക്കയറിയത് എന്ന് ഷാഫി ചോദിച്ചു. അതിനു പിന്നാലെ പ്രമോദ് ചായക്കടയിൽ നിന്നും ഇറങ്ങി തൊട്ടടുത്ത ഓട്ടോറിക്ഷയുടെ മറവിൽ കാത്തിരുന്നു. SI ഷാഫി ചായ കുടിച്ച് ഇറങ്ങുന്ന വേളയിലാണ് ഓട്ടോയുടെ മറവിൽ നിന്നും പിന്നാലെ ഓടിയെത്തിയ പ്രമോദ് SIയുടെ വയറിൽ കുത്തിയത്. പരിക്കേറ്റ SIയെ പോലീസുകാർ ചേർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. SIയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയുടെ പേഴ്സിൽ നിന്നും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോട്ടോയും മറ്റും കണ്ടെത്തിയത്. പ്രമോദ് നേരത്തെയും മറ്റ് പല കേസുകളിലും പ്രതിയാണ്. കോഴിക്കോട് കളക്ടറായിരുന്ന സാംബശിവറാവുവിന്റെ ഔദ്യോഗിക വാഹനത്തിന്റെ ചില്ല് അടിച്ചു തകർത്ത കേസിൽ പ്രതിയാണ് പ്രമോദ്. കൂടാതെ വോട്ടിംഗ് യന്ത്രവും VVPATും അടിച്ചു തകർത്ത കേസിലും പ്രമോദ് പ്രതിയാണ്. 2019 ജനുവരി 15 റിയാക്ടേഴ്സ് എന്ന സംഘടനയുടെ പോസ്റ്റർ ഒട്ടിക്കുന്നതിനിടെ പോലീസ് തന്നെ കസ്റ്റഡിയിലെടുത്തെന്നും കസബ SIയും ASIയും തന്നെ മർദ്ദിച്ചെന്നും ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കുൾപ്പെടെ പ്രമോദ് പരാതി നൽകിയിരുന്നു. അതിലെ വൈരാഗ്യമാണ് ഇപ്പോൾ പ്രമോദ് മറ്റൊരു പോലീസുകാരനോട് തീർത്തത് എന്നുള്ളതാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. അതിനിടെ കസ്റ്റഡി ട്രയലിൽ തന്നെ വിചാരണ തീർക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ G ജയദേവും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രമോദ് 8 കേസുകൾ പ്രതിയായതിനാൽ തന്നെ ഇയാൾക്കെതിരെ കാപ്പ ചുമത്താനുള്ള നീക്കവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.